നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടോ? നിങ്ങൾക്ക് വിലയുണ്ടോ? അതോ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് സ്വയം വില കളയുകയാണോ? വാല്യൂ യുവർസെൽഫ്, യുവർ ടൈം ആൻഡ് ബി യുവർസെൽഫ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഗ്രോത്ത് ഇതിനൊക്കെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് എൻ്റെ ലൈഫിൽ നിന്ന്. ചിലർ നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. ഒരാവശ്യമില്ലാണ്ട് കുറേ സമയം ഇങ്ങനെ കളയും. ഒരാവശ്യം ഉണ്ടാവില്ല. നമ്മൾക്ക് ഉപകാരമില്ല, അവർക്ക് ഉപകാരമില്ല. പക്ഷെ പലപ്പോഴും ഉപകാരമുള്ളത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അങ്ങനെ സമയം കളയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളുടെ സമയത്തിന് വിലയുണ്ടോ എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള സമയം പോലും അവർക്ക് വേണ്ടി മാറ്റിവെക്കും നമ്മൾ. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ, വളരെയധികം അത്യാവശ്യമുള്ളപ്പോൾ അവരിൽ നിന്ന് അവരുടെ സമയമോ വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള യാതൊരു വക റിട്ടേണും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് പ്രാധാന്യം നിൽക്കുന്ന ആളാണോ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറുന്ന, നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ എന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വില നൽകുന്നുണ്ടോ? നമ്മളെല്ലാവരും യുണീക്കായിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷെ നിങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ ഹാബിറ്റാറ്റ്. നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതും എൻ്റെ എക്സ്പീരിയൻസിന് ഉള്ളതാണ് കേട്ടോ. ചില ആളുകളുണ്ട്, നമ്മൾ എത്ര തന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്താലും, നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കൂടി അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. ആൻഡ് ദേ മേക്ക് അസ് ഫീൽ വി ആർ, നമ്മൾ ഒരു ബിലോ ആവറേജ് ലെവലുള്ള ആളാണ്, നമുക്ക് ഒരു കഴിവില്ലാത്ത ആളാണെന്ന് അവർ സ്വയം നമ്മളെ മനസ്സിലാക്കിച്ച് തരും. പക്ഷെ നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള വല്ല റിലേഷൻ ഉണ്ടെങ്കിൽ പറ്റിക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ കീപ്പ് എ ബൗണ്ടറി. അവിടെയും ബൗണ്ടറി കീപ്പ് ചെയ്യുക. എങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ, നോ ടോക്കിലേക്കൊന്നും ചിലപ്പോഴൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ അത്രയും അടുത്ത ആളുകളായിരിക്കും. അപ്പം നമ്മൾ ഓവർ ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് സജഷൻസ് വരും. പിന്നെ അപ്പോഴും നമ്മൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും നമ്മളെ അണ്ടർ വാല്യൂ ചെയ്യാനുള്ള സിറ്റുവേഷൻസ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കേട്ടോ, നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും എന്ന് പറയും. ഒരു അർത്ഥത്തിൽ ഒരു പരിധി വരെ സത്യമാണ്. പക്ഷെ നമ്മളെ വാല്യൂ ചെയ്തിട്ടും പലരും നമ്മളെ വാല്യൂ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ വില നമ്മൾ കളയണോ അത്തരം ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്നുള്ളത്. പലപ്പോഴും അങ്ങനെയാണ്. പലർക്കും നമ്മളുടെ വാല്യൂ മനസ്സിലാവില്ല. നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മളുടെ സാക്രിഫൈസുകൾ ഒന്നും മനസ്സിലാവില്ല. ദേ വിൽ ടേക്ക് ഇറ്റ് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് സമയം കളയണോ എന്ന് ചിന്തിക്കുക. ഇന്നെല്ലാം ചിന്തകളുടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഒരു ചെറിയ കുട്ടി എന്നുള്ളതിലുപരി മധ്യവയസ്കരായിട്ടുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ഇനിയും ചിന്തിക്കാൻ അവസരങ്ങളുണ്ട്. കുറച്ചും കൂടിയും പ്രായമായ ആളുകളും ചിന്തിക്കുക. നമ്മളുടെ വർക്ക്, നമ്മളുടെ ടൈം, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരാൾക്ക് സാക്രിഫൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ, ആർ വി വാല്യൂ അവർ സെൽഫ്? നമുക്ക് വില കൊടുക്കുന്നുണ്ടോ? നമ്മളുടെ സമയത്തിന് പോലും വിലയില്ലാത്ത ആളുകൾ, നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ്, നമ്മളുടെ ഹാപ്പിനെസ്സിന് വില കൊടുക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യാതെയാണല്ലോ ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. സോ ബി യുവർ സെൽഫ്, വാല്യൂ യുവർ സെൽഫ്, സ്പെൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. അതുപോലെ തന്നെ റെസ്പെക്റ്റ് യുവർ സെൽഫ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നേ. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഹാപ്പി ഡേ.